വൈദികരെ, മാതാപിതാക്കളെ, സന്യസ്തരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നോമ്പുകാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്കുള്ള പ്രവേശനമായിട്ട് ഇന്ന് നാം എല്ലാവരും അവസാന ഞായറിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അവസാന കർത്താവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഒരു സ്ഥാനാരോഹണ ചടങ്ങാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ഥാനാരോഹണത്തിൽ നമ്മൾ കാണുന്ന 2-3 ഘടകങ്ങൾ ആഘോഷമായ വരവേൽപ്പ്, ആഘോഷമായ ദൈവാലയ പ്രവേശനം, ദേവാലയ ശുദ്ധീകരണം, ദേവാലയത്തിൽ വരുന്ന രോഗികളെ സൗഖ്യമാക്കൽ, ശിശുക്കളെ കുറിച്ചുള്ള കർത്താവിൻ്റെ മനോഹരമായ ഒരു പ്രബോധനം, ഇത്രയും കാര്യങ്ങളാണ് ആ സ്ഥാനാരോഹണ ചടങ്ങിൽ ശരിക്ക് നടന്നത്. ഇതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ ആവേശത്തോടെ ഞങ്ങൾ എഴുതിയപ്പോൾ ആ എഴുതിയതിൻ്റെ പിന്നിലും മരണത്തിൻ്റെ ഒരു തേങ്ങൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ജെറുസലേമിലേക്ക് ആഘോഷമായിട്ട് പ്രവേശിക്കുന്ന കർത്താവ് പിന്നീട് ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതാണ് ആ ആഘോഷത്തിൻ്റെ നടുവിലും പതിയിരിക്കുന്ന മരണം. തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നതും അത് തന്നെയാണ്. ഈശോയുടെ ആഘോഷമായ ജെറുസലേം പ്രവേശനം നമ്മൾ നടത്തുമ്പോൾ നമ്മളും സഭ ഒന്നാകെ പീഡാനുഭവ ആഴ്ചയിലേക്ക്, വലിയ ആഴ്ചയിലേക്ക്, കഷ്ടതകളുടെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് കർത്താവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സകലത്തിൻ്റെ കഷ്ടതകളുടെ എല്ലാം ആ ഒരു സന്ദേശം. ഈശോയുടെ ജെറുസലേം യാത്ര ചരിത്രത്തിലെ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവത്തോടു കൂടിയ ഒന്നാണ്. ഒരുപാട് ഘോഷയാത്രകളുടെ കാലമാണല്ലോ ഇത്. ഏതാണ്ട് മിക്ക ദിവസങ്ങളിലും തന്നെ ഘോഷയാത്രകളും പദയാത്രകളും എല്ലാം ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ ജെറുസലേം ഘോഷയാത്ര എന്നും സമകാലികമായിട്ട് തുടരുകയാണ്. അത് കഴിഞ്ഞു പോയ ഒരു കാര്യം മാത്രമല്ല, തിരുസഭ ആഘോഷമായിട്ട് ആ യാത്രയിൽ ഇന്ന് സജീവമായിട്ട് പങ്കെടുക്കുകയാണ്. ആ പങ്കെടുപ്പിലാണ് കർത്താവിൻ്റെ ഈ യാത്രയുടെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത്. ഈ യാത്ര കർത്താവ് നടത്തുന്നത് ബേത്പഗയിലൂടെ കടന്നു വന്നിട്ടാണ്. അത്തിമരത്തിൻ്റെ തറവാട് വീട് എന്നറിയപ്പെടുന്ന സ്ഥലം, ഭാഷാപരമായിട്ട് പറഞ്ഞാൽ നാൽക്കവല എന്നാണ് ബേത്പഗയി. ഈശോ ഒരു നാൽക്കവലയുടെ പ്രതിസന്ധികൾ നേരിട്ട് കടന്നു വരികയാണ്. ആ കടന്നു വരുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രവും നമുക്കറിയാം. ജെറുസലേമിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഗാഗുൽത്തായിലേക്കുള്ള യാത്ര തന്നെയാണ്. അങ്ങനെ ആ നാൽക്കവലയുടെ അല്ലെങ്കിൽ അത്തിമരത്തിൻ്റെ ഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കർത്താവ് ഒരു കഴുതൽ കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അവിടെയാണ് ഈശോയുടെ രാജ്യത്വത്തിൻ്റെ എന്നും നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം. ഈശോ അത്ഭുത പ്രവർത്തനത്തിനായി
അയക്കുകയാണ്. ഒരു കഴുത കുട്ടിയെ, അല്ലെങ്കിൽ ഒരു കുട്ടിയായ കഴുത, വിശുദ്ധമായി കഴുതയും കുട്ടിയും എന്നുള്ള മലയാള ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിയായ കഴുത എന്നാണ്. നൂതനീയ വിലാസത, ഒരു കൊച്ചു കുട്ടിക്കഴുത. അതിനെ അടിച്ചുകൊണ്ട് വന്ന് കഴുതയുടെ പ്രാധാന്യം നമുക്കറിയാം. ഏറ്റവും സാധാരണ നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ആരും അതിൻ്റെ മഹിമയെക്കുറിച്ച് ഒരിക്കലും പറയാനില്ല. ഏത് കൃഷിക്കാരനും ആവശ്യമുള്ള ഒരു ജീവി. അതിലൂടെ കർത്താവ് താൻ സ്ഥാപിക്കാൻ പോകുന്ന സഭയിലുള്ള ആ അധികാരത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കഴുതപ്പുറത്ത് വിനീതനായിട്ട് വരുന്ന ഈശോ. ആ ഈശോയെ കണ്ടപ്പോഴാണ് ജെറൂസലേം ഇളകി വശായത്. അവർ പ്രതീക്ഷിച്ചത് അതൊന്നുമല്ലായിരുന്നു. എങ്കിലും അവർക്കും മനസ്സിലായി, ജെറൂസലത്തിന് ഞടുക്കമുണ്ടായി, ആളുകൾ ഇളകി വശായി, വലിയ എന്തോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമെന്ന്. വിശുദ്ധ അഗസ്തീനോസ് ആ തിരുവചനം വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈശോ ജെറൂസലത്തിൽ പ്രവേശിച്ചപ്പോൾ ജെറൂസലേം ഇളകി വശായത് ഈശോ മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങിയതിൻ്റെ പ്രതീകാത്മകമായ പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആഘോഷമായ ജെറൂസലേം പ്രവേശത്തിൽ കാൽവരിയാണ് മറഞ്ഞിരിക്കുന്നത്. നമ്മളും ആ വലിയ ത്യാഗ രഹസ്യങ്ങളുടെ ആഴ്ചയിലേക്ക് ഈ ആഘോഷമായ ഓശാനയുടെ ആർഭൂതികൾ നമ്മൾ നടത്തുമ്പോഴും കർത്താവിൻ്റെ ആ കുരിശുമരണത്തിൻ്റെ സന്ദേശം, ജെറൂസലേം ഇളകിയത് ഭൂമി കുലുങ്ങിയതാണ്, മരണത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ കർത്താവ് തന്നെ തന്നെ നാഥൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കഴുതയുടെ പുറത്തിരുന്നുകൊണ്ടാണ്. അതിൻ്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം നമുക്കറിയാം. ആ കഴുത സഭയുടെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിരക്ഷിക്കേണ്ട സാധാരണ മൂല്യങ്ങളുടെ ആ ഒരു ആവശ്യകതയിലേക്കുള്ള വെളിച്ചമാണ്. കഴുതയുടെ പുറത്തിരുന്നപ്പോൾ മാത്രമാണ് ഈശോ താൻ കർത്താവാണെന്നും ദൈവത്തെ വെളിപ്പെടുത്തുന്നവനാണെന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാഥന് അവരെ ആവശ്യമുണ്ടെന്ന് പറയണം. ഇന്നും അതാണ്. കഴുതയുടെ പുറത്ത് അല്ലാതെ മറ്റു വലിയ പ്രസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ കാര്യങ്ങളുടെ മുകളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ സഭയെ ആയിരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയാൻ നമുക്ക് അവകാശമില്ല. ആ ഒരു വലിയ ധാരണോത്സാഹ വൈരുദ്ധ്യമാണ് ഈശോ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ആ അധികാരത്തിൻ്റെ ധനവും. സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് കരുതുമ്പോൾ, കഴുതിയെ പോലെയുള്ള കാര്യങ്ങൾ കൊച്ചുകുട്ടികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ, രോഗികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, അവിടെ മാത്രമാണ് ഈശോയുടെ രാജ്യത്വം നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ ആ വലിയ ആഘോഷമായ പ്രവേശനം കർത്താവ് ഈ എതിരേൽപ്പോടുകൂടി ജെറൂസലേം ദേവാലയത്തിൽ വന്നപ്പോൾ അവിടെ വലിയൊരു ശുദ്ധീകരണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന കച്ചവടങ്ങൾ അല്ലെങ്കിൽ ലാഭപതിയോടുകൂടി നടത്തുന്ന ശുശ്രൂഷകൾ അതിനെയെല്ലാം മാറ്റി പുതിയ ഒരു ദേവാലയ ചിന്ത കൊടുക്കുകയാണ്. അവിടെ സുവിശേഷകൻ പറയുന്നുണ്ടല്ലോ, വേദപുസ്തകത്തിൽ നമ്മളൊരു കള്ളസാക്ഷ്യം കാണുന്നുണ്ട്. ഇവൻ പറഞ്ഞു, ഈശോ പറഞ്ഞു, ഞാൻ ഈ ദേവാലയം നശിപ്പിച്ച് പുനരുദ്ധരിക്കാം. അത് കള്ളസാക്ഷ്യമാണ്.
രണ്ട് കർമ്മസാക്ഷികൾ വന്ന് ഇപ്രകാരം പറഞ്ഞു. ഇവൻ പറഞ്ഞു, അവൻ ഈ ദേവാലയം നശിപ്പിച്ച് മൂന്നാം ദിവസം ഉയർപ്പിക്കുമെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിലെ അതിന്റെ ശരിയായിട്ടുള്ള മൂലഭാഷയോട് ബന്ധമുള്ള ആ കാര്യങ്ങൾ വായിക്കുന്നു. ഈ ദേവാലയം നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാൻ ഉയർപ്പിക്കും എന്നാണ് പറയുന്നത്. അതായത് ദേവാലയം നശിപ്പിച്ചത് ഈശോയല്ല. ദേവാലയം നശിപ്പിച്ചത് ദേവാലയത്തിൽ അതിന് ചേർന്ന വിധത്തിലല്ലാതെ നടത്തിക്കൊണ്ടിരുന്ന ആ കാര്യങ്ങളാണ്. അത് തന്നെയാണ് ആ ദേവാലയത്തെ നശിപ്പിച്ചത്. ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടാൽ ഇല്ലാതാക്കിയാൽ 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കുകയാണ്. അത് കർത്താവിന്റെ വരണോദ്ധാരണമാണ്. അതാണ് കർത്താവ് ആ ദേവാലയത്തിൽ നടത്തിയ ശുദ്ധീകരണം. പുനരുദ്ധരിക്കപ്പെട്ട ആ ദേവാലയം ഈശോയാണ്, ഈശോയുടെ ശരീരമാണ്, പുനരുദ്ധാരണമാണ്, പരിശുദ്ധ കുർബാനയാണ്. അതാണ് ഇന്ന് നമ്മൾ അതിന് തുടർച്ചയായിട്ട് ആഘോഷിക്കുന്നത്. പുനരുദ്ധരിക്കപ്പെട്ട ദേവാലയത്തിൽ ഈശോ ചെയ്ത കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ്. മുടന്തരും അന്ധരും അവിടെ കൊണ്ടുവരപ്പെട്ടു. അവർക്ക് ഈശോ സൗഖ്യം നൽകി. അതാണ് ദേവാലയ ധർമ്മം. ദേവാലയത്തിന്റെ പ്രസക്തി രോഗികൾക്ക്, പീഡിതർക്ക്, മനസ്സിന് വിഷമമുള്ളവർക്ക് അവർക്ക് സൗഖ്യം നൽകുക എന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പരിശുദ്ധപിതാവ് കത്തോലിക്ക സഭയെ തെറാപ്യൂട്ടിക് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. സൗഖ്യം നൽകുന്നത് കർത്താവ് നൽകിയ ഈ ദേവാലയ ശുദ്ധീകരണം അവിടുന്ന് എല്ലാവരെയും പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചെയ്ത കർമ്മം ഈ ബലഹീനരെ സൗഖ്യപ്പെടുത്തുകയാണ്. അതാണ് സഭ നിരന്തരമായിട്ട് പ്രഘോഷിക്കുന്നത്. ഈ ഓശാനയുടെ ആഘോഷത്തിന്റെ ഉള്ളിൽ സഭ തന്നെ പഠിപ്പിക്കുന്നത് ഈ തരത്തിലുള്ള വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന അവരോടുള്ള ബന്ധമാണ്. കരുതപ്പുറത്ത് വന്ന രാജാവിന് ബലഹീനരെ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. പ്രത്യാശയുടെ പരിപാലനം എന്ന തിരുവഴുത്തിൽ പറയുന്നുണ്ട്. ഈശോ കരുതപ്പുറത്ത് കയറിയപ്പോൾ ഇതിനേക്കാൾ ചെറുതാകാൻ ദൈവത്തിന് പോലും പറ്റുകയില്ല. ഒരുപക്ഷെ അവന്റെ ചെറുതാകൽ വളരെ കൂടിപ്പോയി. അതാണ് ജോൺ പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ ചെറുതായിട്ട് ദൈവത്തിന് നമ്മുടെ മുമ്പിൽ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ ചെറിയവരെ, ബലഹീനരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഇതാണ് ഓശാനയുടെ കാതല്, ഇതാണ് സഭയുടെ കാതല്, ഇതാണ് രാജാവ് നടത്തേണ്ട കർമ്മം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതേ തുടർന്ന് ചെയ്ത കാര്യവും കൊച്ചു കുട്ടികളെ അവിടെ വന്നപ്പോൾ അവരെ കൊണ്ട് ദൈവത്തിന്റെ സ്തുതികൾ പറഞ്ഞ് കാണിപ്പിക്കുകയാണ്. അത് ഇന്നും കാണാലോ. ഓശാന പെരുന്നാളില് കുട്ടികളുടെ ആർപ്പുകളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതാണ്. അത് മുതിർന്നവരും പ്രായമായവരും കുട്ടികളെ പോലെ ആകണം എന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ബഹളമുണ്ടാക്കിയ അർത്ഥത്തിലല്ല. എല്ലാവരും ശിശുക്കളെ പോലെ ആകുമ്പോൾ മാത്രമേ ഈ കരുതപ്പുറത്ത് വന്ന് ദേവാലയം ശുദ്ധീകരിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകി നിൽക്കുന്ന ഈ വ്യക്തിയെ സ്തുതിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഒരു ഹൃദയ പരിവർത്തനം വേണം. അതിന് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് പോലെ നിഷ്കളങ്കതയുടെ ആ ഒരു വലിയ പരിവേഷം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രഘോഷണത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസ്തുതിപ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതാണ് ഓശാനയുടെ അന്തരാളമാണ്. ഈ ആഘോഷത്തിന്റെ എല്ലാം പിന്നിൽ ഫാമിലിയിലേക്ക് നമ്മെ എത്തിച്ചു നിർത്തി നമുക്കൊരു മനസ്സിന്റെ പരിവർത്തനം ആവശ്യം
ബോധ്യപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുന്ന അധികാരത്തിൻ്റെ സർവ്വതയിൽ ഭാവം ഏറ്റവും ബലഹീനമായിട്ടുള്ള ജോലിക്കാർക്കെടുത്ത ശുശ്രൂഷയ്ക്കെടുത്ത ആ സ്ഥാനം അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് സഭ പിറന്നു വീഴുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഓശാനയിലാണ് യഥാർത്ഥ സഭ പിറന്ന് വീഴുന്നത്. എന്താണ് ദേവാലയം, ആരാണ് ദൈവം, എങ്ങനെയാണ് വിശ്വാസികളുടെ മനസ്സ്, അവർ നടത്തേണ്ട ശുശ്രൂഷ എന്താണ്, ആ കർമ്മത്തിൽ സഭ പിറന്നു വീഴുകയാണ്. അവർ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഈ ഓശാനയോടുകൂടി ഇന്ന് സഭ മുഴുവനും കർത്താവിനോടുകൂടി ജെറുസലേമിൽ പ്രവേശിക്കുന്നത് കഷ്ടാനുഭവ ആഴ്ചകളുടെ വലിയ ആഴ്ചയുടെ ആ വലിയ രഹസ്യം നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അവർക്ക് അത് തിരിച്ചറിയുക നമുക്ക് ഓരോരുത്തരും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും